ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് ഞാനൊരു ഫ്രഷ് സമ്മർ ലുക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഇസ് ദ ലുക്ക്. കണ്ടോ? അപ്പോൾ ഈ ലുക്ക് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ തന്നെ മോയ്സ്ചറൈസർ വെച്ച് ഞാൻ മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാനൊരു സ്കിൻ ടിൻ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് ഷേംബറിൻ്റെ ഒരു സ്കിൻ ടിൻ്റാണ് കേട്ടോ. ഇതൊന്ന് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല സ്മൂത്താണ്. ഇറ്റ്സ് റിയലി സ്മൂത്ത് ഓൺ യുവർ സ്കിൻ. നെറ്റിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ബ്യൂട്ടി ബ്ലെൻഡറിനെക്കാട്ടും എനിക്കൊന്ന് കുറച്ചുകൂടെ ഇഷ്ടം നമ്മുടെ കൈ കൊണ്ട് തന്നെ അങ്ങ് അപ്ലൈ ചെയ്യുന്നതാണ്. കണ്ണിൻ്റെ അടിയിൽ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഏരിയയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സ്കിൻ ടിൻ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റിംഗ് പൗഡർ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല, കോമ്പാക്ട് പൗഡർ ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഇനി കുറച്ച് ബ്ലഷ് ഇടാം. ഓക്കെ, അപ്പോൾ ബ്ലഷ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഷുഗറിൻ്റെ ഒരു ബ്ലഷാണ്, ഷെയ്ഡ് കോറൽ ക്ലൈമാക്സ്. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു എട്ടയറിൽ എനിക്ക് നന്നായിട്ട് ബ്ലഷ് ഇടണം. ഒരു ഫ്രഷ് ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സമ്മർ ലുക്കൊക്കെ ഇല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചധികം തന്നെ എടുക്കണം നമ്മൾ. സമ്മർ ഫ്രഷ് ലുക്ക്. ചിന്നിൻ്റെ ഭാഗത്ത് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഹൈലൈറ്റിംഗ് ആണ്. ഒരു ഹൈലൈറ്റിംഗ് പോലത്തെ ഇത്. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് മാഡിസൺ മില്ലർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ഹൈ പോയിൻറ്റ്സിൽ മാത്രം ഇടണം. ഓക്കെ, അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കണ്ടോ, ഈ മൂക്കിൻ്റെ ഇവിടെ അല്ലേ, ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഇവിടെയായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ മൊത്തം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ഡാൻസിലൊക്കെ പോകുന്ന ആ ഒരു ലുക്ക് വരും. അപ്പോൾ അത് വേണ്ടാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇവിടെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇവിടെയും അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെയും അപ്ലൈ ചെയ്യാം. ഇറ്റ്സ് ആക്ച്വലി ലോട്ട്സ് ഓഫ് ബ്ലഷ് ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഹൈലൈറ്റിംഗ്. കോണ്ടോർ ഞാൻ ചെയ്യുന്നില്ല. കോണ്ടോർ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വലിയ കാര്യമായിട്ട് ചെയ്യുന്നില്ല. ഐ എം നോട്ട് അപ്ലൈയിങ് ഇറ്റ് റിയലി വെൽ. ഓക്കെ, അപ്പോൾ ഹൈലൈറ്റിംഗ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വി ക്യാൻ അപ്ലൈ കോണ്ടോർ അപ്ലൈ ചെയ്യാം. കെ ബ്യൂട്ടിയുടെ ഒരു കോണ്ടോർ സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം. ഈ മൂക്കിൻ്റെ ഇവിടെയായിട്ട് ബ്രിഡ്ജ് ഓഫ് ദ നോസിൽ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
എവിടെയാണ് കോണ്ടൂർ ചെയ്യേണ്ടത് അവിടെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കണ്ടോ, നന്നായിട്ട് വരുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളിനി ഐസിലേക്ക് കിടക്കാൻ പോകണം. ഓക്കെ, ഫോർ ദ ഐസ് ഐ എം ടേക്കിംഗ് ഒരു പാലറ്റ് ഉണ്ട്, ഞാനപ്പോൾ അവിടെ വെച്ച് ഞാനപ്പോൾ അത് എടുത്തിട്ട് വരാം കേട്ടോ. 1 minute. ഇനി നെക്സ്റ്റ് ഐസ് ചെയ്യാൻ പോകണം. അത് ഞാൻ ഇവിടെ എടുക്കുന്ന നോട്ടി എന്ന് പറയുന്നൊരു പാലറ്റ്, നോട്ടി ഡാർഗോ എന്ന് പറയുന്നൊരു പാലറ്റ്. സോ ഓക്കെ, അപ്പം ഞാൻ ഏത് ഷെയ്ഡാണ് എടുക്കേണ്ടത്? ഐ കൻ ഗീവ് ആദ്യം നമുക്കൊരു ലൈറ്റ് ഐസ് വരയ്ക്കണം, ബേസ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബേസ് കളർ എടുത്തിട്ട് ജസ്റ്റ് നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ ഇത് സംഭവം, ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. ഓക്കെ, ബേസ് ഇട്ട് ഇനി നമുക്ക് കുറച്ച് വർക്ക് ഓൺ ചെയ്യണം. വർക്ക് നമുക്കൊരു ഡാർക്ക് ഷെയ്ഡ് എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ അറ്റത്തൊന്ന് ഒന്ന് വരച്ചു കൊടുക്കണം. കണ്ടോ? കണ്ണിൻ്റെ അടിയിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓക്കെ. അപ്പം ഇതപ്പം അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇത് വരുന്നൊരു ഗ്ലിറ്റർ ഷെയ്ഡ് വരുന്ന ഒരു ഷെയ്ഡ് എടുക്കാം. എന്നിട്ട് അവിടെ ഇവിടെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇനിയാണ് എൻ്റെ ഈ ഡ്രസ്സിന് പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ഐ മേക്കപ്പ് നമ്മൾ ചെയ്യാൻ പോകണം. സോ വി ആർ ഗോയിങ് ടു പുട്ട് ഒരു ഐ പെൻസിൽ, ഒരു കാജൽ പെന്നാണിത്. അപ്പോൾ ഇത് റെനയുടെ ഒരു കാജൽ പെന്നാണ്, ബോൾഡ് ഗ്രീൻ കളർ. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമ്മൾ വരയ്ക്കാൻ പോകണം. അതായത് കണ്ണിൻ്റെ ഇവിടെയായിട്ട് നമ്മൾ ഐലൈനർ പോലെ നമ്മൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ തിന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഭയങ്കര കണ്ടോ, ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. സോ ലൈക്ക് ദിസ് നമ്മൾ ഈ കണ്ണൂടെ ഞാൻ ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കണ്ണും ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു ഗ്രീൻ ടച്ച് വരുന്നില്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമുക്കൊരു ഫേസസിൻ്റെ കാനഡയുടെ ഒരു
വി ക്യാൻ ടേക്ക് എ ഐലൈനർ, ഐ പെൻ. ഓക്കെ, അത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു വാല് പോലെ വരയ്ക്കണം. അതൊന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി, നമ്മൾ ചെയ്ത ആ മേക്കപ്പ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു വാല് പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. കണ്ടോ? ഒരു വാല് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇവിടുത്തെ വാല് കുറച്ചുകൂടി വലുതാക്കാനുണ്ട്. Look at this. ഇത് നല്ലൊരു ഐ പെന്നാണ് കേട്ടോ. അത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ, ഫീസിൻ്റെ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യും. മസ്കാരയ്ക്ക് ഞാനിവിടെ എടുക്കുന്നത് ഇസ് എഗെയിൻ ഫേസസ് കാനഡയുടെ ഒരു മസ്കാര. അങ്ങനെ മസ്കാര ഇട്ടു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പുട്ടിങ് സം ഐബ്രോസ് വരച്ചില്ലല്ലോ, അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്ന ഒരു സാധാ ഒരു ലോക്കൽ ബ്രാൻഡിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ്ലി comb it. ഇടവള്ള ഭാഗത്ത് മൊത്തം വരച്ചു കൊടുക്കണം നമ്മൾ. ഞാനിപ്പോൾ എൻ്റെ ഐബ്രോസ് ഒന്നും ത്രെഡ് ചെയ്യാറ് പോലുമില്ല. എനിക്കതിൻ്റെ ആവശ്യമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പം. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് ബാക്കിയെല്ലാം ഇട്ട് കഴിഞ്ഞു. നമുക്ക് കുറച്ചുകൂടെ ബ്ലഷ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ, കണ്ടില്ലേ ബ്ലഷ്, അത് കുറച്ചുകൂടെ ഇടണമെന്നുണ്ടെങ്കിൽ ഇടുക. ജസ്റ്റ് ഫോർ എ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്യാം. അത് ഞാൻ എടുക്കുന്നത് വിൽവയുടെ ഒരു ലിപ് ബാമാണ്. ഈ ലിപ് ബാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നമ്മുടെ ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ. നല്ല സ്റ്റേ ചെയ്യുന്നതാണല്ലോ, ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്കിന് ഞാനിവിടെ എടുക്കുന്നത് നൈക്കയുടെ ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, നൈക്കയുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ലൈക്ക് എ ബോസ്. ഓക്കെ, ഇതൊരു പിങ്ക് കളർ, ഒരു മജന്ത പിങ്ക് വരുന്നൊരു ലിപ്സ്റ്റിക്കാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് തൊട്ട് കൊടുക്കുക. ഒരുപാട് ഇടുന്നില്ല, ജസ്റ്റ് ഒന്ന് തൊട്ട് എടുത്താൽ മതി. അപ്പോൾ സോ ഇങ്ങനെയാണ് മേക്കപ്പ് ഇരിക്കുന്നത്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഓക്കെ, അപ്പോൾ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഇയറിങ്സ് ഇട്ടിട്ടുണ്ട്, ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഇയറിങ്സ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഇയറിങ്സ്. ഇപ്പോൾ എനിക്കൊന്ന് ഇപ്പോഴത്തെ ഫാഷൻ എനിക്കൊന്ന് ഇങ്ങനത്തെയാണ്, ഒരു സോളിഡ് ആയിട്ടുള്ളൊരു ഗോൾഡോ അല്ലെങ്കിൽ ഒരു സിൽവറോ അങ്ങനെ മാത്രം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഒരു ഇതിടാവുക.
വിത്തൗട്ട് നമുക്ക് അപ്പോൾ ചെയിനൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ചെയിൻ ഇട്ടാലും മതി. നമ്മുടെ ലുക്ക് സെറ്റാണ്. ദിസ് ഈസ് ദ ലുക്ക്. അപ്പോൾ ഞാൻ അത്യാവശ്യം ദുപ്പട്ടയൊക്കെ ഇട്ടിട്ട് ഞാനൊരു ചെയ്യാം. ദുപ്പട്ടയോടെ ഇടാനുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ പൊട്ടൊന്നും തൊട്ടിട്ടില്ല, കാരണം പൊട്ട് ഇതിനെ വേണ്ട, കാരണം ഞാൻ കാജൽ അടിയിലൊന്നും ഞാൻ കാജൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ലുക്കിന് നമുക്ക് പൊട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്മലൊക്കെ ആകുമ്പോൾ വിതൗട്ട് ബിന്ദി ഇറ്റ് ഇസ് ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ടൊരു ഷോൾ കൂടെ ഇടാം. ഇതുണ്ട് ഷോള്, ഒരു വൈറ്റ് ഷോളാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് ചേർന്ന് പോകുന്ന ഒരു വൈറ്റ് പലോസോ പാൻസ് ആണ് എനിക്കുള്ളത്, പിന്നെ ഒരു വൈറ്റ് ഷോളും. അപ്പോൾ ഞാൻ ഫുൾ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. കണ്ടോ, വിത്ത് ദുപ്പട്ട ആൻഡ് ദ ഇയർ റിങ്സ്. നിങ്ങൾക്ക് ആ കണ്ണിൻ്റെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ, കമൻസിൽ പറയണം. So thank you so much for watching my video. Thank you so much.